ഗൈസ്, ഭയങ്കര സുഖം. റിച്ചൂസ് വ്ലോഗ്, ഹായ് റിച്ചു. ആദരാഞ്ജലി പറയുന്നു. റിച്ചൂസ് വ്ലോഗ് ഹായ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണല്ലേ റിച്ചൂസ് വ്ലോഗ്? ഇതിനു മുമ്പുണ്ടോ? ഓർക്കുന്നുണ്ട്, ഞാനും എവിടേക്ക് ഓർക്കുന്നുണ്ട് കമന്റിലൊക്കെ. പക്ഷെ ഇവർ തന്നെയാണെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ എടുത്ത് നോക്കിയാലോ? അപ്പൊ എങ്ങനെ വരും? എനിക്കറിയത്തില്ല, ഞാൻ നമുക്കൊന്ന് മലനാട്ടിൽ പോയി സഞ്ചരിച്ചാലോ ഗൈസ്? നോക്കൂ ഗൈസ്, ഇതാണ് എന്റെ ഇപ്പോഴത്തെ മുറ്റം. നിങ്ങളോട് ഞാൻ ഓർക്കില്ല ഇത് പറയണം എന്ന്. ആക്ച്വലി ഇതൊരു പുഴയോ കായലോ ഒന്നുമല്ല, ഇതെന്റെ മുറ്റമാണ്. ഓക്കെ, ഞാൻ ഗ്രീൻ സ്ക്രീൻ ഇട്ട് നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്താണ്. ഇത് ഞാന്, ശ്രീമോള്, പിന്നെ ഇത് കുഞ്ഞാറ്റയൊക്കെയാണ്. ഇതാണ് എന്റെ മുറ്റം. ഓക്കെ, നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോ എന്നോട് ചോദിക്കും ഇതെന്താ കായലോ, ഇതെന്താ, ഇത് എവിടെയാ നിങ്ങൾ, ഇതെന്താ ഹൗസ് ബോട്ടോ എന്നൊക്കെ ചോദിക്കും എന്നോട്. അങ്ങനെയുള്ളവർക്കൊരു ഇത് പറഞ്ഞത് ഇത് ആക്ച്വലി എന്റെ മുറ്റമാണ്. ഇതെപ്പോഴും ചെള്ള കയറി കിടക്കാറാണ് പതിവ്. ഇങ്ങോട്ട് വരരുതേ, ലൈവ് ആവോന്നല്ലേ? ലൈവ് അങ്ങനെ കാണാൻ അമ്മയുടെ ഫോണിലെടുത്ത് നോക്കാം. ആ ദീപസിന്റെ ഫോണിൽ ലൈവ് കട്ടാവൂല കുഞ്ഞുപിള്ളേര്. അപ്പൊ ഞാൻ പറയട്ടെ ചിത്രങ്ങള് ബഹളം വെക്കല്ലേ. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് ആക്ച്വലി എന്റെ മുറ്റമാണ്. ഓക്കെ, ഈ ഇവിടെ കിടക്കുന്ന കല്ലുകളെന്ന് പറയുന്നത് നിങ്ങൾ മിണ്ടരുത് പറയട്ടെ. ഞാൻ ഇവിടുന്ന് കണ്ടാ മതി, വേണ്ട കൊച്ചിനെ കാണിക്കണ്ട, കൊച്ചിന് ലൈവ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇത് ആക്ച്വലി എന്റെ മുറ്റം. ഇവിടെ ഇട്ടേക്കുന്ന ഈ കല്ലുകളെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഇടവഴിയിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലോട്ട് എത്താൻ വേണ്ടിട്ട് നമ്മൾ ഇട്ടേക്കുന്ന കല്ലുകളാണ് ഇത്. ആക്ച്വലി ഇത് മുങ്ങിയിട്ട് ഇതിന്റെ മേളിൽ വെള്ളം വരാറാണ് പതിവ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെന്റെ ലൈവ്, ഇതെന്റെ മുറ്റമാണ്, അല്ലാതെ ഇത് വേറൊന്നുമല്ല. ഓക്കെ, ചിറ്റയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്കൊന്ന് ഗ്രീൻ സ്ക്രീൻ. ഈ ഉടുപ്പിട്ട നീല കുട്ടിയാണ് കേട്ടോ ഞാന്. ഇവിടെ എന്റെ പേരിൽ ഇതാണ് കേട്ടോ ഞാന്. ഇങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ ഞാൻ ബാക്കിൽ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. കുറെ പേര് എന്റെ ലൈവിൽ ഒന്ന് ചോദിക്കും ഞാൻ മുറ്റം കാണിക്കാൻ, ഇതെന്താ കായലോ, ഇതെന്താ ഹൗസ് ബോട്ട്, ഇതൊന്നും തോടോ, നിങ്ങൾക്ക് മുറ്റമില്ല എന്നൊക്കെ. ആക്ച്വലി ഇത് ഞങ്ങളുടെ മുറ്റമാണ്. 1-2 ദിവസം കൊണായി കിടക്കാറുണ്ട്, എങ്കിലും ഒരു വർഷത്തിൽ ഭൂരിഭാഗം സമയവും ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേറെ പല ഗ്രീൻ സ്ക്രീനുകളും ഞാൻ നോക്കട്ടെ. ഇതിനെക്കാട്ടും സമയമുണ്ട്, നല്ല കുത്തൊഴുക്കിന് വെള്ളം വരുന്ന സമയമുണ്ട്. അതെ, ഞാൻ എങ്ങനെ സഞ്ചരിച്ച് നടക്കുവാണ്. ഇല്ല, ക്യാമറ ഞാൻ സഞ്ചരിച്ച് നടക്കുവാണ്. എല്ലായിടത്തും നമ്മൾ സഞ്ചരിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സോളോ ട്രിപ്പ് പോകാനായിട്ട്. പക്ഷെ സോളോ ട്രിപ്പ് പോകാനായിട്ട് കണ്ട ചേച്ചി പണ്ട് പോയ സ്ഥലവാ. ഞാൻ പണ്ട് പോയതാ ഇവിടെ. അല്ലല്ല, ശരിക്കും ഇതുള്ള സ്ഥലവാ. കണ്ട ഞാൻ ആ ഫോട്ടോയിലിരിക്കുന്നേ. ശ്രീമോളെ ആവശ്യമില്ലാത്തവരോട് ഹായ് റിച്ചസ് ലോഗിയേഴ്സ്. ഓക്കെ ഗൈസ്, ലൈവ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഈ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് ഒരുമാതിരി നമുക്ക് പഴയ നമ്മുടെ ഇതിലോട്ട് വരാം. എൻ്റെ മുറി കണ്ടില്ലെങ്കിൽ എനിക്കൊരു ഇതാണ്. ഞാനൊന്ന് ബഹിരാകാശത്തൂടെ പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നു. ആക്ച്വലി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബഹിരാകാശത്ത് പോണം എന്ന്. അങ്ങനെ ഫൈനലി ഞാൻ ഇങ്ങനെ ബഹിരാകാശത്ത് എത്തി. നിങ്ങളൊക്കെ ബഹിരാകാശത്ത് നിങ്ങൾ പോയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ബഹിരാകാശത്ത് പോയിട്ട് എടുത്ത മൂണ്ടേ ഫോട്ടോയാണ്. നിങ്ങളൊക്കെ മൂണ്ടേ എവിടെയാ? മൂണ്ടേ നിങ്ങള് ചന്ദ്രനിൽ നിന്ന് ആഘോഷിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ മൂണ്ടേ ചന്ദ്രനിൽ നിന്ന് ആഘോഷിച്ചു. അങ്ങനെ ഞാൻ യാത്ര ചുറ്റലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു ഗൈസ്. ഇന്നെന്താ ആരും ഇല്ലേ? നമ്മുടെ കാർത്തിക്